ഇതിൻ്റെ പേര് ഷൈൻ എന്നാണ്. ഷൈൻ, ഈ പറയുന്ന രീതിയിൽ എന്താണ് മയക്കുമരുന്ന് ഉപയോഗം, ഈ കുറ്റകൃത്യങ്ങളൊക്കെ പരസ്പരം ലിങ്കായി കിടക്കുന്ന കാര്യമാണ്. വെള്ളറട സംഭവം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ കേട്ടതുപോലെ ഈ പുത്രൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രായശ്ചിത്തം ഉള്ളതായി നമുക്കറിയില്ല. ശ്രീ ഷൈൻ, എന്താണ് ഈ മകൻ്റെ മുറിയിൽ നിന്ന് അവിടുന്ന് കണ്ടെടുത്തത് എന്തൊക്കെയോ ദുരൂഹമായ സംഗതികൾ. മുറിയുടെ മൂലയ്ക്ക് കൂട്ടിയിരിക്കുന്ന മുടി, നൂറുകണക്കിന് സിഗരറ്റ് കൂടുകൾ, പ്രത്യേക പ്രതിമകൾ, തലയോട്ടി രൂപത്തിലുള്ള ക്ലേ ഉണ്ടാക്കിയ എന്തോ മോഡലുകൾ. ഇവന് ഈ പ്രജിൻ എപ്പോൾ മുതലാണ് ഈ സ്വഭാവത്തിലെ ഈ മാറ്റം ഉണ്ടാവുന്നത്? ഷൈൻ, ഈ പ്രജിൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വാത്സല്യപൂർവം അവനെ വളർത്തിയ ഒരു മകനാണ്. 95-ൽ ഈ പ്രജിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ 9ാമത്തെ വയസ്സിൽ ഹാർട്ടിന് രോഗം വന്ന് മരണപ്പെട്ടു. അതിനുശേഷം ലഭിച്ച മകനാണ് ഈ മകൻ. അമ്മയും ആ പിതാവും വാത്സല്യത്തോടെയാണ് ഇവനെ വളർത്തിയത്. അവനിൽ ഞങ്ങൾ ബന്ധുക്കളോ മറ്റ് നാട്ടുകാരോ സുഹൃത്തുക്കളോ ആരും തന്നെ മോശമായ രീതിയിൽ അവൻ്റെ പ്രവർത്തനം ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ അവൻ ആരോടും വലുതായിട്ട് സംസാരിക്കുകയോ അങ്ങനെ വലിയ സൗഹൃദം പങ്കുവയ്ക്കുന്ന ഒരുവനായിരുന്നില്ല. അവൻ്റെ വിദ്യാഭ്യാസം 1ാം ക്ലാസ് മുതൽ 7 വരെ വെള്ളറട സൗന്ദര്യ സ്കൂളിലും 8, 9 ക്ലാസ്സുകളിൽ കാട്ടാക്കട വിശ്വദീപ്തി സ്കൂളിലും 10ാം ക്ലാസ്സിൽ പെരുങ്കടവള ശ്രീധർമ്മശാസ്ത്ര സ്കൂളിലുമാണ് അവൻ പഠിച്ചത്. +1ഉം +2ഉം അവൻ പഠിച്ചത് തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്, ജനറൽ ഹോസ്പിറ്റലിനടുത്തുള്ള സ്കൂളിൽ. അത് കഴിഞ്ഞ് അവൻ മരിയ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പോയി. പക്ഷെ 2 മാസം പൂർത്തീകരിച്ചില്ല. അത് അവൻ്റെ കുടുംബപരമായ ഒരു വിഷയം കാരണം അവൻ ആ പഠിത്തം നിർത്തി. അതിനുശേഷമാണ് അവൻ ചൈനയിൽ MBBS പഠനത്തിന് പോയത്. അപ്പോൾ ഈ MBBS പഠനത്തിന് പോകുന്നത് വരെ അവൻ ഈ കുടുംബത്തിനൊരു വാത്സല്യപുത്രൻ തന്നെയായിരുന്നു. MBBS പഠനം പൂർത്തീകരിച്ച് കോവിഡ് സമയത്ത് 2019 കോഴ്സ് കംപ്ലീറ്റ് ചെയ്താണ് അവൻ മടങ്ങി വരുന്നത്. പക്ഷേ ഇവിടെ വന്നു ചേരുമ്പോൾ അവൻ്റെ സ്വഭാവത്തിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, കോഴ്സ് സർട്ടിഫിക്കറ്റ് അവന് സമയത്തിന് ലഭിച്ചില്ല. അത് ലഭിക്കാത്തത് യൂണിവേഴ്സിറ്റി ഫീസ് അവൻ അടയ്ക്കാത്തത് കാരണമാണ് ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് എന്നാണ് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത്. ഞാനിത് പറയുമ്പോഴും അവൻ്റെ ആ സ്വഭാവ രീതിയെക്കുറിച്ച്, അവന് ഉണ്ടായിട്ടുള്ള മോശമായ വശങ്ങളെക്കുറിച്ചൊന്നും തന്നെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. അവൻ്റെ പാവപ്പെട്ട ഈ മാതാപിതാക്കൾ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. അല്ല ശ്രീ ഷൈൻ, ഇവിടെ ഈ അച്ഛനെ ഒരു ഇപ്പം എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം തയ്യാറെടുത്ത് എന്തുകൊണ്ടോ ഈ പറയുന്ന താടിമുടി നീട്ടി വളർത്തിയ ഈ പ്രജിൻ ശരീരത്തിലെ രോമങ്ങളൊക്കെ നീക്കി അവിടെ വന്ന് അച്ഛനെ വെട്ടി. ഒരു വെട്ടിന് അച്ഛൻ മരിച്ചൊരു അടുക്കളയിലേക്ക് ഓടി. അവിടെ ഇട്ട് മൊത്തത്തിൽ വെട്ടി. 28 വെട്ടാണ്. ആദ്യ വെട്ടിന് അച്ഛൻ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ അവൻ അമ്മയും കൊല്ലേണ്ടവനാണ് എന്നുറപ്പാണ്. കാര്യം അച്ഛനെയോട് അമ്മയോട് ദേഷ്യം ഉണ്ടായ സഹോദരോട് പറഞ്ഞ കാര്യം പറയുന്നുണ്ടല്ലോ. ഇവൻ്റെ റൂമിൽ നിന്ന് കണ്ടെടുത്ത ദൃശ്യങ്ങൾ പ്രേക്ഷകർ നേരത്തെ കാണുന്നുണ്ടായിരുന്നു. കളിമണ്ണിലുണ്ടാക്കിയ തലയൊട്ടിയും എന്തോ മറ്റ് ചില പ്രതിമകൾ, എന്തോ പ്രത്യേകതരമുള്ള ആയുധങ്ങൾ. ഈ പ്രജിൻ പോയി പെട്ടത് എന്തിലാണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്ന സമയത്ത് അവൻ വീട്ടുകാരോട് ആവശ്യപ്പെട്ടത് അവന് സിനിമ അഭിനയം പഠിക്കണം, അതിനവന് എറണാകുളത്ത് അയക്കണം എന്ന് ആവശ്യപ്പെട്ടു. അമ്മ എതിർത്തു. ആദ്യം സിനിമ ഫീൽഡിലോട്ട് പോകണ്ട എന്ന് അമ്മ എതിർത്തു. പക്ഷേ പിതാവ് അവൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിന്നില്ല. അമ്മയോട് പറഞ്ഞ് ഈ പറഞ്ഞതനുസരിച്ച് 1.5 ലക്ഷം രൂപ അവന് ആവശ്യപ്പെട്ട ആ തുക കൊടുത്തു. അവൻ എറണാകുളത്ത് പോയി പഠിക്കുകയും ചെയ്തു. ആ പഠനം 3 മാസം പൂർത്തീകരിച്ചാണ് അവൻ മടങ്ങി വന്നത്. ഈ എറണാകുളത്ത് പോയി മടങ്ങി വന്നതിന് ശേഷമാണ് അവൻ വീട്ടിൽ
അതുവരെ ഇല്ലാത്ത രീതിയിൽ ഈ മാതാപിതാക്കളോട് ക്ഷുഭിതനാകുന്നത്. ഒരു കാരണവും വേണ്ട. ഇതിപ്പോൾ ഞങ്ങൾ അറിയുന്നത് ഈ മരണത്തിന് ശേഷമാണ്. ആ മാതാവിനോട് ഞങ്ങളുടെ ഒരു കുടുംബ സംഘമുണ്ട്, ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട്, അതിലെല്ലാം പ്രജിൻ പങ്കെടുത്തിട്ടുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട ആ മാതാവ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ എറണാകുളത്ത് പോയി മടങ്ങി വന്നതിന് ശേഷമാണ് ഏറ്റവും വളരെ ക്രൂരമായി ഇവരോട് പെരുമാറുന്നത്. അത് ഈ മാതാവിനോടും പെരുമാറും. മാതാവിൻ്റെ മുടിയെ പിടിച്ച് വലിക്കാറുണ്ട്, ഈ പിതാവിനെ കണ്ണത്തടിക്കാറുണ്ട്, മുഖത്ത് കാർക്കിച്ച് തുപ്പാറുണ്ട്. ആ സമയത്തെല്ലാം ഇവർ വളരെ വിനയത്തോടെ താഴ്മയോടെ ഇവരിയ്ക്കുമായിരുന്നു. പ്രതികരിക്കില്ല. പ്രതികരിച്ചാൽ അവൻ കൂടുതൽ വയലൻ്റ് ആകും. അതുകൊണ്ട് അവർ പ്രതികരിക്കാറില്ല. ഇതിപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ കുടുംബക്കാരെ അറിയുന്നത്. അപ്പോൾ ഈ എറണാകുളത്ത് പോയി പഠനം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ കൊലപാതകം നടത്തുന്നതിന് 3 ദിവസത്തിന് മുമ്പ് ആ വീട്ടിലുള്ള 2 വെട്ടുകത്തി, ഒന്ന് മൂർച്ചയുള്ളത്, ഒന്ന് മൂർച്ചയില്ലാത്തത്. ഈ 3 ദിവസത്തിന് മുമ്പ് ഇത് രണ്ടും ചേർത്ത് ഇവൻ മൂർച്ച കൂട്ടുകയായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്തിനാണ് നീ ഇതിപ്പോൾ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞ്, ഇതിന് ആവശ്യമുണ്ട് എന്നവൻ ഊന്നി പറഞ്ഞു. എന്നിട്ട് ഇത് അവൻ്റെ മുറിയിൽ കൊണ്ടുപോയി അല്പം കഴിഞ്ഞതിന് ശേഷം ഇത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. പക്ഷേ ഈ മൂർച്ചയുള്ള വെട്ടുകത്തി ആ മാതാവ് എന്തോ അവർക്ക് തോന്നി അത് മാറ്റിവെച്ചു. അവൻ വെട്ടിയത് ആ മൂർച്ചയില്ലാത്ത വെട്ടുകത്തി കൊണ്ടാണ്. അന്നും ഈ സംഭവം നടക്കുന്ന ദിവസവും അമ്മ മൊബൈൽ ഫോണിൽ ഗൂഗിൾ മീറ്റിംഗ് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രെയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിതാവ് അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവനും ഭക്ഷണം കഴിക്കാൻ അടുത്ത് വന്നിരുന്നു. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. ഈ പിതാവ് ഭക്ഷണം കഴിച്ചതിന് ശേഷം സോഫയിൽ കിടന്നു. മകൻ നേരെ മുകളിൽ പോയി. റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് ഈ പിതാവിനോട് 10 രൂപ ചോദിക്കുന്നു. വെറും 10 രൂപ. അതറിയാം അവർക്ക് സ്ഥിരം. ഈ 10 രൂപ വാങ്ങിക്കൊണ്ട് തൊട്ടടുത്തുള്ള കടയിൽ പോയി സിഗരറ്റ് വാങ്ങി മുകളിൽ പോയി. സിഗരറ്റ് വലിച്ചതിന് ശേഷമാണ് ആ കത്തിയുമായി വന്നത്. ഈ സമയത്ത് പിതാവ് അല്പം മയങ്ങിപ്പോയി. അമ്മ ഗൂഗിൾ മീറ്റിങ്ങിലാണ്. ഈ മകൻ വന്ന് ആദ്യം വെട്ടിയത് നെഞ്ചിലാണ്. അതോടെ ചാടി എണീക്കുന്നു, ബഹളാകുന്നു. അമ്മ ഓടി വരുന്നു, ഈ മകനെ പിടിച്ചു വലിക്കുന്നു. പിടിച്ചു വലിക്കാൻ കിട്ടുന്നില്ല. മകൻ നല്ല സ്ട്രോങ് ആണ്. ആ ബനിയനിൽ പിടിച്ച് വലിച്ച്, ഇത് ടീഷർട്ടാണ് ഇട്ടിരുന്നത്, ബനിയനിൽ പിടിച്ച് വലിക്കുന്നു. കിട്ടുന്നില്ല. ബഹളമാകുന്നു. പിതാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഓടി രക്ഷപ്പെടണമെന്നുണ്ട്. ഫ്രണ്ട് ഡോറ് ലോക്കാണ്. അപ്പം മാതാവ് പറയുന്നു, ഓടി രക്ഷപ്പെട്ടോളാൻ. ആ പിതാവ് എഴുന്നേഴഞ്ഞ് അടുക്കളയിൽ കയറുന്നു. അടുക്കള വാതിൽ തുറന്നു. അപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഞാനുണ്ടായിരുന്നു. ഈ പുറകു വശത്ത് തലയിൽ 2 വെട്ടുണ്ടായിരുന്നു, ആഴത്തിലുള്ള വെട്ട്. എനിക്ക് തോന്നുന്നു ആ ഡോറ് തുറന്നപ്പോൾ വെട്ടിയതായിരിക്കാം. അപ്പോൾ ഈ പിതാവ് മറിഞ്ഞു വീഴുന്നു. അമ്മ ഉടൻ തന്നെ ഈ സെൻട്രൽ ലോക്ക് എടുത്ത് റോഡിലേക്ക് ഓടുന്നു. ഭ്രാന്തിയെപ്പോലെ റോഡിൽ ചെന്ന് രാത്രി 9 മണിക്ക് ശേഷം നിലവിളിക്കുന്നു, എൻ്റെ ഭർത്താവിനെ ഇട്ടിരിക്കുന്നു, രക്ഷിക്കണേ രക്ഷിക്കണേ എന്നൊരു ഭ്രാന്തിയെപ്പോലെ വിളിക്കുമ്പോൾ ഒരു വാഹനവും നിർത്തുന്നില്ല. അവസാനം ആ മാതാവ് തിരിച്ചു വരുമ്പോൾ ആ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കഴുത്ത് അറുത്ത് ആ കഴുത്തിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രജിൻ. മാതാവ് വന്നതും അവൻ എണീറ്റ് പോയി. അപ്പോൾ ഈ പിതാവ് എന്നെ മാതാവ് കണ്ടു. ഈ പിതാവ് കണ്ണ് വാസ്തവത്തിൽ അപ്പോൾ ജീവൻ പോയിരിക്കണമെന്നാണ് ഞാൻ കാണുന്നത്. കണ്ണ് ഈ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഈ മാതാവിനെ നോക്കുന്നു എന്നുള്ള വേദനയോടെ ആ പിതാവിനെ വാരിപ്പുണർന്ന ആ മാതാവ് ആ രക്തത്തിൽ. ഈ സമയത്ത് പോലീസ് വന്നു. അതിനുശേഷമാണ് മാതാവിനെ ഹോസ്പിറ്റലിൽ മാറ്റുന്നത്. വളരെ മൃഗീയമായി. അത് പോലീസ് ടെസ്റ്റിൽ അന്ന് മെഡിക്കൽ എടുത്തപ്പോൾ മദ്യപിച്ചിട്ടില്ല. അങ്ങേയറ്റം ബ്രൂട്ടലാണ് ഇത് ചെയ്തു എന്ന് ഇപ്പോഴും അറിയില്ല. അങ്ങേയറ്റം ബ്രൂട്ടലാണ് എന്ന് പറഞ്ഞാൽ എന്ന് ഓർത്തു നോക്കണം. അന്ന് രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പോയ മകനാണ് അച്ഛനെ കൊല്ലുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ കണ്ട കൊടുങ്ങല്ലൂരെ ഈ സംഭവത്തിൻ്റെ എന്താണ്, വീട്ടിൽ വന്ന് കോഴിക്കറി ചോദിച്ചു, കോഴിക്കറിയില്ല. അപ്പോൾ അച്ഛൻ മുട്ട വാങ്ങാൻ മകൻ്റെ ഈ പൈസ കൊടുത്തു വിടുന്നു. മോൻ പോയി മുട്ട മേടിച്ചുകൊണ്ട് വരുന്നു. മുട്ട മേടിച്ച് ആ മുട്ടക്കറിക്ക് അമ്മ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കറിക്കത്തി വാങ്ങിയുള്ള ഈ ക്രൂരത. ഇന്നിപ്പോൾ സഭയിൽ ഇതിനൊക്കെ ലഹരി ബന്ധങ്ങളുണ്ട്. ഇതിന് ഈ പറഞ്ഞ ഓരോരോ സംഭവങ്ങൾക്ക് ലഹരി ബന്ധങ്ങളുണ്ട്.